കഴിഞ്ഞ ദിവസം എം.വി. ഗോവിന്ദൻ മാഷ് വാർത്താസമ്മേളനം നടത്തി വാട്സപ്പ് നമ്പറും അതുപോലെ ഇമെയിൽ ഐഡിയും ഒക്കെ നൽകി. ജനങ്ങൾക്ക് സംവദിക്കാം, ജനങ്ങൾക്ക് ചർച്ചകളിൽ പങ്കെടുക്കാം, ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. സ്വാഗതം. ഇപ്പം ജനങ്ങളെ കേൾക്കുക, അതൊരു വലിയ തുറന്ന മനസ്സാണ് CPM കാണിച്ചത്. തീർച്ചയായിട്ടും നമ്മളതിനെ അഭിനന്ദിക്കുന്നു. ജനങ്ങളെ തീർച്ചയായിട്ടും പാർട്ടി അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനം കേൾക്കണം, ഒരു പൊതു പ്രവർത്തന സംവിധാനം കേൾക്കണം. കേട്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് രൂപീകരിച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട്. അതാണ് CPM-നെ പറ്റിയ പരാജയം. പ്രാഥമികമായി നമുക്ക് അത് വിലയിരുത്താം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നേതാക്കൾ തന്നെയാണ് എന്ന് നമ്മൾ പലവരും ഈ വിഷയം സംസാരിച്ചതാണ്, പലവരും പറഞ്ഞതുമാണ്. നേതാക്കൾ മാറണം, നേതൃത്വം മാറണം. ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം പ്രമുഖരും പ്രമുഖരല്ലാത്തവരും സാധാരണക്കാരുമായ പാർട്ടി അംഗങ്ങൾ പറയുന്നത് നേതൃത്വം മാറണം. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ ഒഴിയണം. എം.വി. ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനം ഒഴിയണം. കെ രാഗേഷ് അതുപോലെ നിരവധി ജില്ലാ സെക്രട്ടറിമാരുണ്ട്, അവരൊക്കെ തന്നെ മാറണം. നേതൃത്വം പൂർണ്ണമായി മാറിയെങ്കിൽ മാത്രമേ CPM-ന് ഇനി മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജം ലഭിക്കുകയുള്ളൂ, ശക്തി ലഭിക്കുകയുള്ളൂ. കാരണം ഇവരൊക്കെ തന്നെ ജനവിരുദ്ധരായി മാറിക്കഴിഞ്ഞു, ജനങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു സമൂഹം അല്ലെങ്കിൽ കുറേ ആളുകൾ ഒരു പാർട്ടിയെ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്ന് സാധാരണഗതിയിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പാർട്ടി അകന്നു പോകും. അങ്ങനെ ബഹുദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുമായി അടുക്കാൻ പ്രയാസമായിരിക്കും. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികളോ ഒരു പാർട്ടിയെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്നേ എത്തിക്കഴിഞ്ഞു. എല്ലാം തീരുമാനിക്കുന്നത്, എല്ലാം നടപ്പിലാക്കുന്നത്, എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, എല്ലാം എഴുതി തയ്യാറാക്കുന്നത്, എല്ലാം വിളിച്ചു പറയുന്നത് ഒക്കെ തന്നെ കുറച്ച് പേർ മാത്രം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർ മാത്രം. പേരെടുത്ത് പറഞ്ഞാൽ പിണറായി വിജയനും അതുപോലെ എം.വി. ഗോവിന്ദൻ മാഷും. പിണറായി വിജയൻ പറയുന്നത് എം.വി. ഗോവിന്ദൻ മാഷ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ പിണറായിയും ഗോവിന്ദനും എഴുതി കൊടുത്ത പട്ടികകളാണ് ജില്ലാ സെക്രട്ടറിമാരൊക്കെ തന്നെ അതത് ജില്ലകളിൽ വെച്ചത്, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ. അവിടെ തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണം എന്ന് ആദ്യം അങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പം അവിടെ വേറൊരു പേര് പരിഗണിക്കപ്പെട്ടു. പക്ഷേ അത് വേണ്ട, P.K. ശ്യാമള എം.വി. ഗോവിന്ദൻ്റെ ഭാര്യ തന്നെ വേണം. അതൊരു ഡീലാണ്, ഗോവിന്ദനും പിണറായിയും തമ്മിലുള്ള ഒരു ഡീലാണ് എന്നാണ് T.K. ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്നത്. എല്ലായിടത്തും ഇത്തരം ഡീലുകളാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം, വാട്സപ്പ് നമ്പർ കൊടുത്തു, ജനങ്ങളുമായി സംവദിക്കും, ജനങ്ങളുമായി ചർച്ച ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ജനങ്ങളെ കേൾക്കും എന്ന് പാർട്ടി പറയുന്നുണ്ട്, പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടി പ്രവർത്തകരെ, സാധാരണ പ്രവർത്തകരെ, സഖാക്കളെ, അണികളെ അല്ലെങ്കിൽ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലുള്ള ചുമതലയുള്ളവരെ കേൾക്കാതെ പാർട്ടി ജനങ്ങളെ കേട്ടതുകൊണ്ട് എന്ത് കാര്യം? ഇവിടെ പാർട്ടി നേതൃത്വം മാറണം, പുതിയ നേതൃത്വം വരണം, ഇവിടെ പിണറായി വിജയനും ഗോവിന്ദൻ മാഷും മാറി നിൽക്കണം എന്ന് ആവർത്തിച്ച് ജില്ലാ ഘടകങ്ങളിലും ഏരിയ ഘടകങ്ങളിലും ബ്രാഞ്ച് ഘടകങ്ങളിലും സംസ്ഥാന സമിതിയിലും ഒക്കെ തന്നെ ആവശ്യമുയർന്നു. അതെല്ലാം വെട്ടിത്തിരുത്തുകയാണ് സത്യം പറഞ്ഞാൽ പാർട്ടി നേതൃത്വം ചെയ്തത്. അതാണോ വേണ്ടത്? പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ പറയുന്നത് പോലും കേൾക്കാത്തവർ ഇനി ജനങ്ങളെ കേൾക്കും എന്ന് പറയുന്നതിൻ്റെ ഔചിത്യം എന്താണ്? അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പം ഞാനൊരു പാർട്ടിയിലെ അംഗമാണെങ്കിൽ ഞാൻ പറയുന്നതിനാണോ വില, അതോ പാർട്ടിയിലൊന്നും അംഗത്വമില്ലാത്ത ഒരു സാധാരണക്കാരൻ പറയുന്നതിനാണോ പാർട്ടിയിൽ വില? ഞാൻ പറയുന്നതിനാകേണ്ടതാണ്. പക്ഷേ ഞാൻ പറയുന്നതിന് പോലും വില കൽപ്പിക്കാത്ത പാർട്ടി നേതൃത്വം ഒരിക്കലും മാറില്ല എന്ന് ശഠിക്കുന്നത്, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഈ പാർട്ടി നേതൃത്വം മാറണം എന്ന് പറയുന്നത് വെട്ടിത്തിരുത്തി കുത്തിവരച്ച് കളയുന്ന ആളുകൾ എങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത് കേൾക്കും? അതൊരു വിരോധാഭാസമല്ലേ? അത്തരത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഇത് ഒരു നാടകം മാത്രമാണ്. നമ്മളിതിനെ അഭിനന്ദിക്കുന്നു, എന്നാൽ പോലും ഇതൊരു വെറും നാടകമാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നാടകം മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലായി വരുന്നു. അവരുടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. ഇത് നാടകം കളിയാണ്. ഇപ്പം ഇവരുടെ വാട്സപ്പ് നോക്കുന്നത് ഇവർക്ക് വേണ്ടപ്പെട്ടവർ തന്നെയായിരിക്കും. നമ്മളാരും പോയി നോക്കുന്നില്ല, നമുക്ക് ഇവരുടെ വാട്സപ്പിൻ്റെ ആക്സസും കിട്ടില്ല. അപ്പം പറയുന്നത് ഇങ്ങനെയാണ്, ഇവർ തന്നെ തുടരണം എന്ന് ജനങ്ങൾ പറഞ്ഞു എന്ന് ഒരു മാസം കഴിയുമ്പോൾ ഓഗസ്റ്റിൽ എന്തോ ഒരു വിപുലീകൃത സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നു പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകണം, എം.വി. ഗോവിന്ദൻ തന്നെ പാർട്ടിയെ നയിക്കണം എന്നാണ് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മാറുന്നില്ല എന്ന് ഒരു പ്രസ്താവന എഴുതിയുണ്ടാക്കാൻ CPM നേതൃത്വത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പാർട്ടി നേതാക്കളും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അനുഭവമുള്ളവർ പറയുന്നതും മനസ്സിലാക്കാതെ, പ്രായമുള്ള പാർട്ടി നേതാക്കൾ പറയുന്നത് അംഗീകരിക്കാതെ, ഇനി ഞങ്ങൾ ജനങ്ങൾ പറയുന്നത് കേൾക്കുന്നു എന്ന് പാടി നടക്കുന്നത് ഒരുതരം തട്ടിപ്പല്ലേ എന്ന് CPM നേതൃത്വത്തോട്, എം.വി. ഗോവിന്ദനോട്, പിണറായി വിജയനോട് ജനങ്ങൾ ചോദിക്കില്ലേ? തീർച്ചയായിട്ടും ചോദിക്കും.
പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതികളുണ്ട്, പാർട്ടിയുടേതായ പ്രവർത്തന നടപടികളുണ്ട്. ഒക്കെ ശരിയാണ്, ഞങ്ങളതൊക്കെ അംഗീകരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ അംഗീകരിക്കുന്നു, പാർട്ടി പ്രവർത്തകരും അംഗീകരിക്കുന്നു. പക്ഷേ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച്, എല്ലാത്തിലും പറഞ്ഞു പറ്റിച്ചതുപോലെ ഇവിടെയും പറഞ്ഞു പറ്റിച്ച് സഖാക്കളുടെ കണ്ണിൽ വരെ പൊടിയിട്ട്, അല്ലെങ്കിൽ അവരെ വരുതിക്ക് നിർത്താനുള്ള നമ്പറുകൾ ഇറക്കി ഒരു പാർട്ടിയെ തന്നെ സ്വന്തമാക്കി കയ്യിൽ വെച്ച് കളിക്കുന്ന ഈ കളി എവിടെ ചെന്ന് നിൽക്കും എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പടുകുടിയുടെ അങ്ങേയറ്റത്ത് പോയി നിൽക്കും എന്നതാണ്. പാർട്ടി പ്രവർത്തകർ പറയുന്നത്, അണികൾ പറയുന്നത്, സഖാക്കൾ പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ടവർ, ചുമതലപ്പെട്ടവർ പറയുന്നത് കേൾക്കാതെ ഞങ്ങൾ ജനങ്ങളെ കേൾക്കും എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം?